പാട്ട് പാടാനും അറിയാം, പാട്ട് കുറച്ച് നന്നായിട്ട് ചൊല്ലാൻ അറിയാം. അതെ അതെ, അതൊക്കെ കുറെ കാലത്തെ പരിശീലനം എന്നാ ഉണ്ടായിരുന്നു. ഒരു പാട്ടുവാ. ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ, ധ്യാനലീനമീരിപ്പു ഞാൻ ഗാനമെന്നെ മറക്കുമോ, നിന്റെ ഗാനമെന്നിൽ മരിക്കുമോ, ശ്യാമസുന്ദര പുഷ്പമേ. ക്യാമ്പസിൽ എന്തോ ഒരു സംഘർഷമായിട്ട് ബന്ധപ്പെട്ട് 3-4 ദിവസം ആശുപത്രി കിടന്നു. ആശുപത്രി കഴിഞ്ഞിട്ട് തൊട്ട് പിന്നെ അടുത്ത ദിവസം തന്നെ കലോത്സവത്തിന് കോട്ടയത്തേക്ക് പോവുകയാണ്. അപ്പോൾ കോട്ടയത്ത് പോകുമ്പോൾ 3-4 ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പ്രസംഗമുണ്ട്, കവിതാ പാരായണമുണ്ട്, കവിതാ രചനയുണ്ട്, പിന്നെ എസ്സേ റൈറ്റിങ്ങോ അങ്ങനെ എന്തോ ഒരു ഐറ്റം ഉണ്ട്. 3-4 ഐറ്റത്തിൽ ഞാനന്ന് പങ്കെടുക്കുന്നുണ്ട്. അന്നൊരു 3 ഐറ്റത്തിലോ 4 ഐറ്റത്തിലോ എനിക്ക് സമ്മാനം കിട്ടി. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല, പക്ഷെ എങ്ങനെയോ അത് സംഭവിച്ചു. അപ്പോൾ കലാപ്രതിഭയായി. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം നേരെ ഇവിടെ വന്ന് കലാപ്രതിഭയായി. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണൂ നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.